ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇന്ന് ബിനോയ് വിശ്വം CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് പ്രാകൃത സംസ്കാരമാണ് SFIയുടേത് എന്നാണ്. ഇടതുപക്ഷം എന്ന വാക്കിൻ്റെ അർത്ഥം അവർക്കറിയില്ല. തിരുത്തിയില്ലെങ്കിൽ SFI വലിയ ബാധ്യതയാകുമെന്നോർക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ബിനോയ് വിശ്വം. പക്ഷേ മുഖ്യമന്ത്രി പറയുന്നു അവർക്ക് പ്രായത്തിൻ്റെ ചാബല്യമാണ്. അങ്ങനെ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി. ഈ രാഷ്ട്രീയ ബാധ്യതകളെ എടുത്തു തലയിൽ വയ്ക്കുന്നത് എന്തിനാണ് മുഖ്യമന്ത്രി? അല്ല, പ്രായത്തിൻ്റെ ചാബല്യം എന്ന മുഖ്യമന്ത്രിയുടെ വ്യാഖ്യാനവും പ്രാകൃതമായ നടപടികളിലേക്കാണ് SFI എത്തിയിരിക്കുന്നത് എന്ന് ബിനോയ് വിശ്വം പറഞ്ഞതും ചേർത്ത് വായിക്കുമ്പോൾ ചിത്രത്തിൻ്റെ ഒരു പൂർണ്ണത ഉണ്ടാകും. SFI എന്നത് നമുക്കങ്ങനെ അത്ര വില കുറച്ച് കാണേണ്ട ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമല്ല, അങ്ങനെ ആയിരുന്നില്ല. അതിൻ്റെ ചരിത്രം നമുക്കറിയാം. വാസ്തവത്തിൽ CPM എന്ന പാർട്ടിക്ക് തന്നെ ബൗദ്ധികമായ ഒരു നേതൃത്വം നൽകുന്നതിന് പര്യാപ്തരായ നിരവധി നേതാക്കന്മാരെ സംഭാവന ചെയ്ത ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണത്. പക്ഷേ ഇപ്പോൾ സമീപകാലത്ത് കാണുന്ന കാര്യങ്ങളൊക്കെ ഒരു ഇടതുപക്ഷത്തായാൽ, ബിനോയ് വിശ്വം എന്ന് പറയുമ്പോൾ ഇടതുപക്ഷം തന്നെയാണല്ലോ, ആർക്കും ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിൽ പ്രാകൃതം എന്ന വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമായും ആരോപിക്കാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും തെറ്റായ നടപടികളിലൂടെയാണ് ആ പ്രസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത്. പല സംഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ഞാനിപ്പോൾ അതൊന്നും പേരെടുത്ത് പറയേണ്ട ആ സംഭവങ്ങൾ ഞാനെന്ന് ഓർമ്മിപ്പിക്കാം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, സിദ്ധാർത്ഥൻ ഇപ്പോഴും ഒരു നടുക്കുന്ന ഓർമ്മയായി നമുക്ക് മുന്നിലുണ്ട്. പ്രിൻസിപ്പളിന് റീത്ത് വച്ചത്, ശവമാടമുണ്ടാക്കിയത്, കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറി എന്ന ആരോപണങ്ങൾ, MLAയെ കയ്യേറ്റം ചെയ്യൽ, കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറി ആക്രമണം, കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പളിൻ്റെ കരണത്തടിക്കൽ, ഭീഷണി പ്രസംഗം, പ്രിൻസിപ്പൽ ഇനി രണ്ടുകാലിൽ നടക്കണമോ എന്ന് SFI തീരുമാനിക്കണമെന്ന ഭീഷണി, ഇതെല്ലാം നേർക്കാഴ്ചയായി നമുക്ക് മുന്നിലുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അതെ, ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ കേരളം കണ്ടതാണ്. നമുക്കതെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവയെ അടിസ്ഥാനമാക്കി തന്നെ ആയിരിക്കണം പ്രാകൃതമായ സ്വഭാവം SFIക്ക് കൈവന്നിരിക്കുന്നു എന്ന് ബിനോയ് വിശ്വം പറഞ്ഞത്. ഞാൻ അതിനെ നിഷേധിക്കാത്തത് ഈ സംഭവങ്ങൾ എൻ്റെ മനസ്സിലും ഓർമ്മയിലും ഉള്ളതുകൊണ്ട് തന്നെയാണ്. അവിടെയാണ് അത് പ്രായത്തിൻ്റെ അപക്വതയാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് ഏതെങ്കിലും കാരണം കൊണ്ടാണെങ്കിലും ആ കുട്ടികൾക്ക് സംഭവിച്ചിരിക്കുന്ന തെറ്റ് അത് തിരുത്തുന്നതിനുള്ള ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ട്. പാർട്ടി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക തന്നെ വേണം. അതല്ലെങ്കിൽ ഇപ്പോൾ പാർട്ടിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപചയം പോലെ തന്നെ നാളെ പാർട്ടിയായി മാറേണ്ടവരാണ് SFI പ്രസ്ഥാനം. ആ SFI പ്രസ്ഥാനത്തിനും ഇതേ അപചയം സംഭവിക്കും എന്ന കാര്യത്തിൽ ആർക്കും വലിയ സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല.